റോക്കറ്റ് വിട്ട പോലെ പോയാലും നിന്നോട് ആരാശോക മീൻ മേടിക്കലി. നീ ആ വലിയ നോക്കിട്ടെ. ഇടുന്നുണ്ട്. അതോട് ഗിരീശ നാട്ടിലുണ്ടായിരുന്നു രമണേച്ചി. അയ്യോ ഓൻ പോയിട്ട് ഇപ്പൊ ഒരു കൊല്ലല്ലേ ആയിട്ടു. ആ ചെക്കന് 30-35 വയസ്സായല്ലേ. നിങ്ങളെന്താ കല്യാണം നോക്കുന്നില്ല ചെക്കനി? 2-3 കൊല്ലം കൂടി കഴിയട്ടാ. കുറച്ചെന്തല്ലോ ബാക്കിയുണ്ട് അത്ര. എന്തെന്ന് ബാക്കി? ഓന് 2 പെങ്ങന്മാരല്ലേ. അതിൽ രണ്ടാമത്തോളെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മൂത്തോളെ മൂക്ക് 10-20 വയസ്സായി. ഓളെ കല്യാണം കഴിക്കാനുമായി. ഇതെല്ലാം ചെയ്യാനിപ്പോ ഇവരല്ലേ ഇടി ഇല്ലു. വേറെ ആരും ഇല്ലത് ഇതെല്ലാം ചെയ്യാൻ. 10-15 കൊല്ലായാലും രമണേച്ചി ആ ചെക്കനാടെ പോയി കഷ്ടപ്പെടുന്നു. നിങ്ങളെ സകല കാര്യങ്ങളും തീർത്തിട്ട് ആ ചെക്കന് ഒരു ജീവിതം വേണ്ടേ? ഈനെല്ലാം തന്നെയല്ലേ നമ്മള് മക്കളെ പോറ്റി വളർത്തുന്നു. ആ മക്കൾ എന്നത് ഈനെല്ലാം തന്നെയാണ്. നല്ലൊരു പെണ്ണുണ്ട് രമണേച്ചി. ഓൻ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ ചെയ്യുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയ്യോ എന്റെ ശോക കൊണ്ടുപോകുന്ന കാര്യം നീ വിചാരിക്കേ വേണ്ടേ. ആടെല്ലാം പോയി ജീവിക്കണമെങ്കിൽ ചെലവുണ്ട്. പിന്നെ നമ്മക്കും വയസ്സായി വരുന്നില്ലേ, നമ്മളെ നോക്കാനും ആരെങ്കിലും വേണ്ടേ. നിങ്ങൾ പിന്നെ രാഘവാട്ടൻ്റെ അച്ഛനും അമ്മയെല്ലാം കുറെ നോക്കിയില്ല. അതിന് ഞാൻ രാഘവാട്ടന്റെ വീട്ടിൽ നിന്നിട്ട് വേണ്ടേ. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഞാൻ രാഘവാട്ടനെയും കൂട്ടിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. എന്തിനാന്നറിയാ, രാഘവാട്ട പണിയെടുത്തോണ്ട് എന്റെ എല്ലാടെ വീട്ടിൽ കഴിക്കാനേലു. പിന്നെ വീട്ടുകാരെ പോറ്റാനല്ലേ ഒരു പണിക്കൂന്ന് ഞാൻ വിടുവാ. പിന്നെ പെങ്ങന്മാറാ ഇപ്പടി ഞാൻ ചവിട്ടാൻ വിടയില്ല. അടുപ്പിക്കില്ലേ.